ഹായ് നമസ്കാരം. ഇന്നൊരു കുഞ്ഞു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നെയ്മീൻ വെച്ചിട്ടാണ് നമുക്ക് ഈ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഈ ഒരു മീൻ നല്ലൊരു നെയ്യുള്ള മീനാണ്. അപ്പം നമ്മൾ അധികം ഓയിലും വെളിച്ചെണ്ണൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ നെയ്യനെ നന്നായി കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. നമ്മൾ എങ്ങനെ വെച്ചാലും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയുള്ള ഒരു കറിയാട്ടോ. പിന്നെ നമ്മളിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഈ പുളിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുളിയുടെ സർക്കിൾ അതൊക്കെ നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയിൽ ഒരു തവി ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് ചെരുകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരക പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു തേങ്ങ ഒന്ന് നന്നായിട്ട് കരിഞ്ഞു പോവരുത്, നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത നേരം ഒരു പകുതി തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് 2 തിള വന്ന് കഴിയുമ്പോൾ നമ്മളിവിടെ കഴുകി വെച്ച ഈ ഒരു മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മീനൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിമ്മിൽ കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറി കിട്ടും. കാരണം നല്ല ഇതിൻ്റെ നെയ്യൊക്കെ ഇതിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കറി നമുക്ക് താളിച്ച് എടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും.